ഐഫോൺ എയർ ഈ ഒരു ഡിവൈസ് നമുക്ക് ആദ്യം ഐശ്വര്യമായിട്ട് അൺബോക്സ് ചെയ്യാം. ജസ്റ്റ് ഇവിടുന്ന് ഈ സാധനം പൊളിച്ചളയാം, താഴത്തുനിന്നും ഇവിടുന്ന് പൊളിച്ചളയാം. ഡിവൈസ് തിൻ മാൻ തിൻ, സൂപ്പർ തിൻ ഡിവൈസ്. ഇത് കയ്യിൽ പിടിക്കുമ്പോൾ ഈ ഒരു ഡിവൈസിൻ്റെ ആ ഒരു ഫീല് നമുക്ക് മനസ്സിലാക്കാൻ പറ്റുള്ളൂ. ശരിക്കും തിന്നാണ്. ഒരു 5.6 ഇഞ്ച് എന്ന് പറഞ്ഞാലും നമുക്ക് ആ ഒരു ഫീല്, ഇൻഹാൻഡ് ഫീല് ഒരു പ്രത്യേക കാര്യം. നിങ്ങൾക്ക് എവിടെയെങ്കിലും ഇപ്പോൾ ആപ്പിൾ സ്റ്റോറിൽ എവിടെയെങ്കിലും പോയിട്ട് ഈ ഒരു ഡിവൈസ് ജസ്റ്റ് ഒന്ന് എടുത്ത് നോക്കാൻ പറ്റുമെങ്കിൽ എടുത്ത് നോക്കുക. അപ്പോൾ മനസ്സിലാവും കയ്യിൽ ഈ പറഞ്ഞ ഡിവൈസ് എന്തോരം ഉണ്ടെന്ന്. തിൻ എന്ന് പറഞ്ഞാൽ ഇമ്പോസിബിളി തിന്നായിട്ട് തന്നെയാണ് ഈ ഡിവൈസ് വന്നിരിക്കുന്നത്. 5.6 mm 5.6 നിങ്ങൾക്ക് നോക്കുമ്പോൾ മനസ്സിലാവും അത്ര തിന്നാണ് ഈ ഒരു ഡിവൈസ്. ഇതിൻ്റെ ഫുൾ ബാക്കി എല്ലാ ബ്രെയിനും ഡിവൈസിൻ്റെ എല്ലാ കാര്യങ്ങളും വന്നിരുന്നത് ഈ പറഞ്ഞ ക്യാമറ പ്ലാറ്റോടെ ഈ ഒരു ഓപ്ഷനാണ്. ബാക്കി ഫുൾ സ്പേസും ആപ്പിൾ എടുത്തിരിക്കുന്നത് ബാറ്ററിന് വേണ്ടി മാത്രമാണ്. സോ ഇന്നോവേഷൻ എന്ന് പറഞ്ഞാൽ കുറേ കാര്യങ്ങൾ ഫീച്ചേഴ്സ് കൊണ്ടുവരുന്നത് മാത്രമല്ല, എത്രത്തോളം മാക്സിമം ഈ പറഞ്ഞ ഡിവൈസിൻ്റെ ചിപ്സെറ്റും ബാക്കി പ്രോസസ്സറും ചെറുതാക്കിയാലും ആ ഓരോ ഡിവൈസിനും മാക്സിമം ഈ പറഞ്ഞ പ്രൊഡക്ടിവിറ്റിയും അതോടൊപ്പം ബാക്കി ആ പവർ ഡെലിവറിയും ചെയ്യാൻ പറ്റുന്നതിനാണ് ഇന്നോവേഷൻ എന്ന് പറയുന്ന വാക്ക് ഡിഫൈൻ ചെയ്യാൻ പറ്റുന്നത്. നമുക്കറിയാം പണ്ട് ഒരു കമ്പ്യൂട്ടർ എന്ന് പറഞ്ഞാൽ റൂമിൻ്റെ അത്ര ഉണ്ടായിരുന്നു. ഇപ്പോൾ ചെറുതായി വന്ന് നമ്മുടെ ഹാൻഡ് ബാഗിലേക്ക് വരും. പക്ഷേ ഇപ്പോൾ ഡിവൈസ് എന്ന് പറഞ്ഞാൽ ഇത്രയും വലിയ ഹാൻഡ് സെറ്റ് ചെറുതായി 5.6 mm അതോടൊപ്പം എൻ്റെ ഫുൾ ബ്രെയിനും ഈ പറഞ്ഞ പ്ലാറ്റോടെ ഈ ഒരു ഉള്ളിൽ വരുന്നുണ്ട്. സോ ഇറ്റ്സ് കോൾഡ് ഇന്നോവേഷൻ തന്നെയാണ്. നമുക്ക് ഈ പറഞ്ഞ ഡിവൈസ് iOS 26 ആപ്പിൾ പ്രീ ഇൻസ്റ്റാൾ ആയിട്ട് നമുക്ക് വരുന്നത്. ജസ്റ്റ് ഈ പറഞ്ഞ ഡിവൈസ് എടുക്കാം. ഇനി ഈ ഒരു ഡിവൈസ് എൻ്റെ iPhone 17 ആയിട്ട് ഞാനൊന്ന് പെയർ ചെയ്തിട്ട് ബാക്കി കാര്യങ്ങൾ നോക്കാം. ഇനി ഈ ഒരു ഡിവൈസ് സെറ്റപ്പ് ചെയ്യാനായിട്ട് ഈസി ആയിട്ട് നമ്മുടെ iOS 26 സപ്പോർട്ടായ ഡിവൈസിലേക്ക് ജസ്റ്റ് നിയർ ബൈ പിടിക്കാം. അതിനുശേഷം നിങ്ങളുടെ ഈ പറഞ്ഞ ലാംഗ്വേജ് സെലക്ട് ചെയ്യുക. ഏത് കൺട്രിയാണ് സെലക്ട് ചെയ്യുന്നത് കറക്റ്റ് നോക്കുക. ഇപ്പോൾ GCC പോലത്തെ കൺട്രീസ് ആണെങ്കിൽ നിങ്ങൾക്ക് ഫേസ് ടൈമോ ബാക്കി കാര്യങ്ങൾ ലഭിക്കില്ല. അപ്പോൾ നിങ്ങൾക്ക് ഫേസ് ടൈം ഒക്കെ വേണമെങ്കിൽ ഒന്നെങ്കിൽ ഇന്ത്യ ചൂസ് ചെയ്യാം, അല്ലെങ്കിൽ നിങ്ങൾക്ക് ആപ്പിൾ ഇൻ്റലിജൻസ് ബാക്കി കാര്യങ്ങൾ വേണമെങ്കിൽ ആ സെലക്റ്റഡ് കൺട്രീസ് സെലക്ട് ചെയ്യാം. ഞാൻ ഇന്ത്യ ചൂസ് ചെയ്തു. ഇതിനുശേഷം എൻ്റെ അപ്പിയറൻസ് ഞാൻ കണ്ടിന്യൂ കൊടുത്തു. എൻ്റെ ഐഫോൺ ജസ്റ്റ് നിയർ ബൈ പിടിക്കുമ്പോൾ തന്നെ എൻ്റെ iPhone 26 ബാക്കി കാര്യങ്ങളെല്ലാം ചോദിച്ചുകൊണ്ട് സെറ്റപ്പ് ചെയ്യണമെന്ന് ചോദിക്കും. ഞാൻ ഇവിടെ ജസ്റ്റ് ഒന്ന് ലോക്ക് ചെയ്തു. അതിനുശേഷം ഒന്നുകൂടെ അൺലോക്ക് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് കാണാൻ പറ്റും ഒരു പുതിയ പ്രോംപ്റ്റ്. എൻ്റെ iOS 26 സപ്പോർട്ട് ചെയ്യുന്ന ഡിവൈസിൽ അല്ലെങ്കിൽ പുതിയ ഐഫോൺ എയർ സിങ്ക് ചെയ്യണമെന്നാണ് ചോദിക്കുന്നത്. ഞാൻ കണ്ടിന്യൂ കൊടുത്തു, അൺലോക്ക് ചെയ്തു. ഇവിടെ നിങ്ങൾക്ക് നോക്കുമ്പോൾ മനസ്സിലാവും ഒരു പുതിയ യൂണിക് QR കോഡ് ഇവിടെ വന്നിട്ടുണ്ട്. അത് ഞാനിവിടെ സ്കാൻ ചെയ്യുമ്പോൾ ഓട്ടോമാറ്റിക്കലി പുതിയ ഐഫോൺ എക്സിസ്റ്റിംഗ് ആയിട്ടുള്ള എൻ്റെ ആപ്പിൾ ഐഡിയും ബാക്കി കാര്യങ്ങളും സിങ്ക് ആവുന്നത്. ഇനി ഈ ഒരു ഡാറ്റയും ബാക്കി കാര്യങ്ങളും ട്രാൻസ്ഫർ ആവുന്ന സമയത്ത് നമ്മുടെ ഈ പറഞ്ഞ ബോക്സിൻ്റെ ഉള്ളിൽ എന്തൊക്കെയുണ്ടെന്ന് നോക്കാം. വേറെ ഒന്നും നമുക്ക് ലഭിക്കില്ല. ആകെ കിട്ടുന്ന ഈ ഒരു ബ്രെയ്ഡിൻ്റെ C2C കേബിൾ മാത്രമാണ്. ഒരു പേപ്പറോ ബാക്കി കാര്യങ്ങളോ ഒന്നും നമുക്ക് ലഭിക്കില്ല. സിം ഇജക്ഷൻ ടൂളും പോലും നമുക്ക് ലഭിക്കില്ല. കാരണം ഐഫോൺ എയർ കംപ്ലീറ്റ് ആയിട്ട് ലോകമെമ്പാടുമായിട്ടുള്ള എല്ലാ ഐഫോൺ എയറും നമുക്ക് ഈ സിം ഓൺലി ആണ് ലഭിക്കുന്നത്. അതുകൊണ്ട് തന്നെ സിം ഇജക്ഷൻ ടൂളും നമുക്ക് ഈ ഒരു ബോക്സിൽ വരുന്നില്ല. വേറെ ഒരു കാര്യവും ഈ ഒരു ഡിവൈസിൻ്റെ ബോക്സിൽ നമുക്ക് വരില്ല. ബോക്സ് തന്നെ നോക്കുമ്പോൾ മനസ്സിലാവും ഏറ്റവും മാക്സിമം തിന്നായിട്ടാണ് ആപ്പിൾ ചെയ്തിരിക്കുന്നത്. ഇവിടെ iPhone 17 ഈ ഒരു ബോക്സ് നോക്കുമ്പോഴും നിങ്ങൾക്ക് ആ ഒരു തിക്നെസ്സിൽ തന്നെ ചെറിയ വ്യത്യാസം മനസ്സിലാവും. ചെറുതല്ല, അത്യാവശ്യം നല്ലൊരു വ്യത്യാസം നിങ്ങൾക്ക് മനസ്സിലാവും. രണ്ട് ബോക്സിനും അത്യാവശ്യം വലിയൊരു സൈസ് ഡിഫറൻസ് തന്നെയാണ് ആപ്പിൾ കൊണ്ടുവന്നിരിക്കുന്നത്. സോ iPhone 17 ബോക്സിലും നമുക്ക് യാതൊരു കാര്യം അഡീഷണൽ വരുന്നില്ല. നമുക്ക് ഫോണും അതോടൊപ്പം വയറും മാത്രമാണ് വരുന്നത്.